ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്രീമി മാക്രോണിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ മാക്രോണി ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാട്ടോ. അപ്പം നമുക്ക് ഈ മാക്രോണി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം മാക്രോണി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി സ്ട്രെയിനറിലിട്ട് വാലാൻ വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അത് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ കഴുകി വെച്ച മാക്രോണിയും അല്പം ഉപ്പും ചേർത്തിട്ട് നമ്മളിതൊന്ന് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം എന്നും പറയാറുള്ള പോലെ തന്നെ പറയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാക്രോണി അപ്പോഴേക്കും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല രീതിയിൽ വെള്ളമൊക്കെ വാർന്ന് നല്ല ഇതാവട്ടെ അവിടെ ഇരുന്നിട്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 50 ഗ്രാമിൽ 1/3 എടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു മിക്സിങ് വന്നിട്ടുണ്ട്. മൈദ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാനായിട്ട് ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ആ മൈദ ഇട്ട് ഈ ബട്ടറും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാല് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാൽ ഒഴിച്ച് കൊടുത്ത് ഒരു ക്രീമി ഈ ഒരു ആ ടെക്സ്ചർ ക്രീമി ആയിട്ട് വരില്ലേ, ആ സമയത്ത് നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ച് മാക്രോണി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാണ്ട. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് 1 സ്പൂൺ. അതുപോലെ തന്നെ 1 സ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഇത് നല്ലവണ്ണം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു സവോളയുടെ പകുതി അതെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റാൽ മതി കേട്ടോ. അതിൻ്റെ കളറൊന്നും പോവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മാക്രോണിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രീമി ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കാണ് കൂടുതൽ ഇത് ഇഷ്ടം. അപ്പം ഇത് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്, ഒരുപാട് നേരമൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് മോർണിംഗിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടമാവും. ഈവനിങ്ങിലായാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം നിങ്ങളുടെ പറയുക. പിന്നെ അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്, വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ മാക്രോണി ഇവിടെ വളരെ നല്ല ടേസ്റ്റിൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.